തോന്നല്ല പണ്ടും വിവാഹിതരാവുന്ന ആളുകളെല്ലാവരും വിചാരിക്കാറുള്ള ഒരു കാര്യം ഒരു 3-4 കൊല്ലത്തേക്ക് കുഞ്ഞുങ്ങൾ വേണ്ട, അടിച്ചു പൊളിച്ച് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്തതിന് ശേഷം മതി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഉപദേശമുണ്ട്. സയന്റിഫിക്കലി ഇത്രയും പുരോഗമിച്ച ഒരു ലോകത്ത് വിവാഹത്തിന് മുൻപ് ഇത്തരം ടെസ്റ്റുകൾ ചെയ്ത സർട്ടിഫിക്കറ്റുകളുമായിട്ടല്ലേ വിവാഹ മാർക്കറ്റിൽ ഇറങ്ങാൻ പാടുള്ളൂ. ഇപ്പൊ കുറച്ചുകൂടെ റെലവെന്റ് ആണ് ഈ ജാതകം നോക്കുന്നതിനേക്കാളും. ഐ വുഡ് സജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് നമ്മുടെ ഹെൽത്ത് സ്റ്റേറ്റസ് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ റെലവെന്റ്. വിവാഹശേഷം ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ഡിലേ വരുമ്പോൾ ആളുകൾ ചിലപ്പോൾ പാനിക് ആവാറുണ്ട്. ചിലപ്പോൾ ക്ഷമയോടെ കാത്തിരുന്ന 2-3 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അത് സംഭവിക്കാറുമുണ്ട്, കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഒരു ഐഡിയൽ ടൈം നിങ്ങൾ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കൺസൾട്ട് ചെയ്യേണ്ട ഐഡിയൽ ടൈം എപ്പോഴാണ്? അപ്പം നമ്മൾ പറയുന്നത് 1 വർഷത്തോളം ട്രൈ ചെയ്തിട്ട് കൺസീവ് ആവാത്തവർ ജസ്റ്റ് ഒരു ഡോക്ടറിനെ കാണുക, ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുക. അത് നോർമൽ ആണെങ്കിൽ വീണ്ടും ഒരു 6 മാസം നമുക്ക് ശ്രമിക്കാം. അതിലെന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടുപിടിക്കുന്നെങ്കിൽ മാത്രം ഒരു ട്രീറ്റ്മെൻറ്റ് പോയാൽ മതി. ഇതാണ് യൂഷ്വലി പറയുന്നത്. പക്ഷേ ഇതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഈ 1 വർഷം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് നോർമൽ ആയിരിക്കണം, ആൻഡ് വൈഫിൻ്റെ പീരിയഡ്സ് എല്ലാ മാസവും കറക്റ്റായിട്ട് വരണം. സോ ഈ എല്ലാ കണ്ടീഷൻസും മാച്ച് ആവുന്നെങ്കിൽ മാത്രമേ ആ 1 വർഷം കൗണ്ടഡ് ആവുള്ളൂ. അല്ലാതെ അവിടെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ട് നമ്മൾ 1 വർഷം ശ്രമിച്ചെന്ന് പറയുമ്പോൾ അത് നമ്മൾ എടുക്കാറില്ല. ദർ ഇസ് സം പ്രോബ്ലം നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഉദ്യോഗ സംബന്ധമായിട്ടും ഒക്കെ മാറി നിൽക്കേണ്ടി വരുന്ന കപ്പിൾസ് ഉണ്ട്. അവർക്കും അതൊരു പ്രശ്നമായിരിക്കും. ചിലപ്പോൾ അതായിരിക്കും അവരുടെ മെയിൻ റീസൺ. അതെ, ബിക്കോസ് അവർ വല്ലപ്പോഴേ കാണുന്നുള്ളൂ. മറ്റേ ബേബി മെന്റലി അവർ റെഡി ആയിരിക്കത്തില്ല ഒരു കൺസീവ് ആവാനും വേണ്ടി. അവർ വരുന്ന സമയം ഈ ഓവുലേഷനൊക്കെ നോക്കി കുഞ്ഞാവോ എന്നുള്ള ടെൻഷനിലായിരിക്കും അവർ ഇന്റർകോഴ്സ് ചെയ്യുന്നത്. സോ ആ സമയത്തൊന്നും ഇത് ചിലപ്പോൾ നടക്കത്തില്ല. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് എന്തൊക്കെ തരം ട്രീറ്റ്മെന്റ് ഉണ്ട്? ഇപ്പോൾ മെഡിസിൻ കൊണ്ട് കവർ ചെയ്യാവുന്നത്, പിന്നെ മറ്റു തരത്തിലുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഏതൊക്കെ സ്റ്റേജിലാണ് അത് വരിക? അതെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അവർക്ക് ഇന്റർകോഴ്സ് തന്നെ നന്നായിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഫെർട്ടിലിറ്റി പീരീഡ് ആകുമ്പോൾ തന്നെ പുരുഷന് ടെൻഷൻ ആയി പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ കൗൺസിലിംഗ് മാത്രം മതി. അവിടെ മെഡിക്കേഷൻസോ അല്ലെങ്കിൽ വേറെ ഇൻ്റർവെൻഷൻസിൻ്റെ ആവശ്യമില്ല. കൗൺസിലിംഗ് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഫെർട്ടിലിറ്റി ഇത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇത്ര പേര് സക്സസ് ആവുന്നുണ്ടെങ്കിൽ പറഞ്ഞ് അവരൊന്ന് സമാനിപ്പിക്കുമ്പോൾ തന്നെ അവർ റെഡി ആയിക്കോളും. പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പീരിയഡ്സ് റെഗുലർ അല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും ഇൻ്റർകോഴ്സ് നടക്കുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ചിലപ്പോൾ നമ്മൾ മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, വലിയ എക്സ്പെൻസീവ് മെഡിസിൻസോ പ്രൊസീജിയേഴ്സോ ഒന്നും അല്ല. പിന്നെ വളരെ ചുരുക്കം കുറച്ച് ആൾക്കാർക്ക് മാത്രമേ IVF-ഉം IUI അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സിലോട്ട് പോവുള്ളൂ. IUI അതിൽ കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്. IVF ആണ് കുറച്ചുകൂടെ എക്സ്പെൻസീവും ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ്. ഇതിൻ്റെയൊക്കെ ഒരു ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ എത്ര പെർസെൻറ്റേജ് സക്സസ് റേറ്റ് ഉണ്ട്? ഓക്കെ, IVF-ൽ നമ്മളൊരു 50% യൂഷ്വലി വേൾഡ് വൈഡ് 50% ആണ് ആക്സെപ്റ്റഡ് ഒരു IVF ക്ലിനിക്കിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അത്രയും കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ എ വേൾഡ് ക്ലാസ് IVF സെൻറ്റർ എന്ന് പറയും. ചില മാസങ്ങൾ അത് 60% ആവാം, ചില മാസങ്ങൾ 30% ആവാം. പക്ഷേ ഒരു വർഷത്തെ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ 50-55% ആണ് നമുക്ക് കിട്ടേണ്ടത്. കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വി ഹാവ് ടു ഇൻട്രോസ്പെക്ട് വാട്ട് ഈസ് ഗോയിങ് റോങ് എന്നുള്ളത്. സോ ഇതാണ് നമ്മൾ സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ എത്ര പേഷ്യൻസിന് എത്ര പെർസെൻറ്റേജ് സക്സസ് കിട്ടും? നമുക്ക് IVF-ൽ യൂഷ്വലി ഒരു 50-60 ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. IUI-ൽ 15-20% കിട്ടുന്നുണ്ട്. പിന്നെ ഈ കൗൺസിലിംഗ് പറഞ്ഞ ആ പേഷ്യൻസും കുറേ പേര് എനിക്ക് തോന്നുന്നു ഒരു 10-12% സക്സസ് റേറ്റ് അങ്ങനത്തെ കപ്പിൾസിലും കിട്ടുന്നുണ്ട്. ഇത് ഇപ്പോൾ ഏതാണ്ട് വിവാഹത്തിന് ശേഷം ഒരു എത്ര കാലം ഒരുപാട് ഡിലേ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്ലി. ഏജ് ആണ് ഇതിനകത്തൊരു പ്രധാന ഫാക്ടർ. അപ്പം നേച്ചർ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന കുറച്ച് ഡിറ്റീറിയേഷൻസ് നമുക്ക് എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ നോക്കിയിട്ടും പറ്റൂല. അപ്പം വുമണിനാണ് അത് കൂടുതൽ ബാധിക്കുന്നത്. അവരുടെ ഏജ് കൂടുന്തോറും എഗ്ഗിൻ്റെ ക്വാളിറ്റിയും ഒരു ഹെൽത്തി എംബ്രിയോ ഉണ്ടാക്കാനുള്ള ആ ഒരു ശേഷിയും കുറഞ്ഞു വരും. സോ സ്പേംസ് കുറച്ച് പതുക്കെ ഡിഗ്രേഡ് ആവത്തുള്ളൂ, ബട്ട് എഗ്ഗിലാണ് മെയിൻ പ്രോബ്ലം. അതുകൊണ്ട് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് 35 ഏജ് ആവുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും അത് സാധിക്കാൻ നോക്കുക എന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യും. ഈ പലപ്പോഴും കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കുമ്പോൾ പഴയ കാലത്താണെങ്കിൽ അത് സ്ത്രീയുടെ തലയിൽ വയ്ക്കും, പെണ്ണിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയും. അതല്ലെങ്കിൽ പറയും പുരുഷന് കഴിവില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ഒരു ഡോക്ടറായിട്ട് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് ഈ 2 പേർക്കും, ആണിനും പെണ്ണിനും ഒരുപോലെ ഒരു പ്രശ്നമുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ
ഇപ്പോൾ സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ കാണുമ്പോൾ അതിൽ ഏത് സൈഡിലെ പ്രശ്നങ്ങളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്? ആക്ച്വലി സർ എനിക്ക് തോന്നുന്നു ഒരു 30-40 ഇയേഴ്സ് മുമ്പേ വരെ ഫീമെയിൽ ഫാക്ടേഴ്സ് ആയിരുന്നു കൂടുതൽ. അവരുടെ യൂട്രസിലോ ട്യൂബിലോ ഓവറിയിലൊക്കെ ഉള്ള ഡിസീസസ് ആണ് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് കോസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ റീസെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ 50-50 ആണ്. മെയിൽ ഫാക്ടറും ഫീമെയിൽ ഫാക്ടറും ഈക്വലി കോൺട്രിബ്യൂട്ടിംഗ് ആണ്. ബിക്കോസ് ആണുങ്ങളുടെ ഹെൽത്ത് ലൈക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ, സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഇങ്ങനെ പല ഹാബിറ്റ്സ് കാരണം അവരുടെ സ്പേം കൗണ്ടും മോട്ടിലിറ്റി അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. സോ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സൈഡിലാണ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ബോത്ത് ആർ ഈക്വലി റെസ്പോൺസിബിൾ. പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെയിൽസിൻ്റെ പ്രോബ്ലം അവർ ഈസിലി ഡിസ്കസ് ചെയ്യത്തില്ല. അവർക്കൊരു ഹെസിറ്റേഷനാണ് ഇത് ഓപ്പണായിട്ട് പറയാൻ. അപ്പോൾ നമ്മൾ സൊസൈറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടല്ലോ, ആണുങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള. അപ്പോൾ അത് അവർക്കൊരു പ്രോബ്ലം ഉണ്ടെന്നോ അല്ലെങ്കിൽ സിമെൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ തന്നെ അതിലൊരു പ്രോബ്ലം വന്നാൽ അപ്പോൾ എൻ്റെ വാല്യൂ കുറഞ്ഞു പോകും, ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കും എന്നുള്ള ഒരു ഇത് കാരണം അവർ ഹോസ്പിറ്റലിൽ വരാനും ഈ ട്രീറ്റ്മെൻറ്റോട് കോഓപ്പറേറ്റ് ചെയ്യാനും വളരെ ചില സമയത്ത് ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അല്ല, ഫെർട്ടിലിറ്റിയും സെക്ഷുവാലിറ്റിയും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു ബന്ധമില്ല അല്ലേ? അതും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ അയാൾക്ക് ലൈംഗിക ശേഷിയില്ല എന്നൊന്നും അർത്ഥമില്ല. അയാളുടെ ഫിസിക്കലായിട്ടുള്ള എന്തൊക്കെയായിരിക്കാം ഒരു പുരുഷന്റെ വന്ധ്യതയ്ക്ക് കാരണമായിട്ട് വരാറുള്ളത്? അത് ചില പ്രോബ്ലംസ് ജന്മന ഉണ്ടാവും. ജനറ്റിക്കലി പുള്ളിയുടെ എന്താ പറയുക സ്പേം പ്രൊഡ്യൂസിങ് കേപ്പബിലിറ്റി കുറവായിരിക്കും. അതായത് നമ്മുടെ Y ജീനിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണും അതിൻ്റെ സ്പേം പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെ ജന്മന കിട്ടുന്നതാണ്. അപ്പോൾ ആരെയും നമുക്ക് ലൈക്ക് ഇത് ഇന്നതാണ് കുറ്റമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ലൈക്ക് ഡെവലപ്പായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഓരോ ഹാബിറ്റ്സ് കാരണം നമ്മുടെ സ്പേമിൻ്റെ ക്വാളിറ്റി കുറയാം. നമ്മുടെ വർക്ക് കാരണം നമ്മൾ ഭയങ്കര ഹീറ്റിലോട്ട് എക്സ്പോസ്ഡ് ആണ്, അല്ലെങ്കിൽ കെമിക്കൽസ് വെച്ച് വർക്ക് ചെയ്യുന്നതാണ്, കുറേ സ്മോക്ക് അല്ലെങ്കിൽ കെമിക്കൽ ഇൻഹെയിൽ ചെയ്യുന്ന ഒരു വർക്കിലാണ് നമ്മൾ ഇൻവോൾവ് എങ്കിൽ ഇതൊക്കെ നമ്മുടെ സ്പേമിൻ്റെ ഇതിനെ ബാധിക്കാം. സോ ഇങ്ങനെയാണ് ലൈഫ് സ്റ്റൈലാണ് മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നത് സ്പേം ക്വാളിറ്റി കുറയ്ക്കാനായിട്ട്. ഇപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് റെസ്ട്രിക്ഷൻസോ ഡയറ്റോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശിക്കുന്നുണ്ട്? എന്ന് വെച്ചാൽ അവർ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, സോഫ്റ്റ് ഡ്രിങ്ക്സും വളരെ ഷുഗറി ആയിട്ടുള്ള ഫുഡ്സും ബേക്കറി ഐറ്റംസ്, പ്രോസസ്ഡ് ഫുഡ് അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വീട്ടിലുണ്ടാക്കുന്ന കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ കുറവാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് 3 നേരം കഴിക്കുക. അതിൽ പ്രോട്ടീൻ കണ്ടന്റ് ആയിരിക്കണം കൂടുതൽ. ആൻഡ് എവറി ഡേ ഒരു 1 hour എങ്കിലും വർക്കൗട്ട് ചെയ്യുക. ദാറ്റ് ലൈക്ക് വാക്കിംഗ്, ജോഗിങ് അങ്ങനത്തെ കാർഡിയോ വർക്കൗട്ട്സ് അല്ലാതെ ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ്, ലൈക്ക് മസിലിന് വർക്കാവുന്ന പോലത്തെ ഒരു ട്രെയിനിങ് കൂടെ ചെയ്താൽ ഓവറോൾ ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ഹെൽപ്പ് കിട്ടും. സ്ത്രീകളുടെ സൈഡിൽ എന്താണ് കാരണം? അവർക്കും ഈ ഹോർമോണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈൽ കാരണം കുറേ ഉണ്ടാവുന്നുണ്ട്. അവരുടെ പീരിയഡ്സ് ഡിലേ വല്ല ബന്ധമാണ്. അതെ, വെയിറ്റ് കൂടുന്തോറും ഇവരുടെ നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ ഡിലേ ആയിക്കൊണ്ടിരിക്കും. ലൈക്ക് ഒരു അബറേഷൻ വരും. ലൈക്ക് അപ്പോൾ അവരുടെ ഹോർമോൺ കൂടേണ്ട സമയത്ത് കൂടത്തില്ല, കുറയേണ്ട സമയത്ത് കുറയത്തില്ല. അപ്പോൾ ആ ഒരു സൈക്കിൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ തന്നെ ഇന്ന സമയത്ത് ഓവുലേഷൻ നടക്കുന്നു, ബന്ധപ്പെട്ടാൽ കുഞ്ഞിന് ചാൻസ് ഉണ്ടെന്നുള്ളത് അവരിൽ പറയാൻ പറ്റില്ല. അവർക്ക് എപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം വെയിറ്റ് എപ്പോഴും നമ്മുടെ ഒരു ഐഡിയൽ BMI കീപ്പ് ചെയ്യുക. സോ അവിടെയും ഈ ജങ്ക് ഫുഡും പ്രോസസ്ഡ് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ കുറേയൊക്കെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം. ഇപ്പോൾ എന്നല്ല പണ്ടും വിവാഹിതരാവുന്ന ആളുകളെല്ലാവരും വിചാരിക്കാറുള്ള ഒരു കാര്യം, പലർക്കും നടക്കാറില്ല, വിചാരിക്കാറുള്ള ഒരു കാര്യം, ഒരു 3-4 കൊല്ലത്തേക്ക് കുഞ്ഞുങ്ങൾ വേണ്ട, നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്തതിന് ശേഷം ഈ കുഞ്ഞെന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഉപദേശം ഉണ്ടോ? ഞാൻ പറയുന്നത് ഈ ഒരു പ്ലാനിങ് ചെയ്യുന്നത് ഓക്കെ, നമുക്കത് ഡിനൈ ചെയ്യാൻ പറ്റില്ല. എക്കണോമിക് റീസൺസ് ഉണ്ടാവാം, ലൈക്ക് വേറെ കുറേ സൊസൈറ്റൽ പ്രഷേഴ്സ് ഉണ്ടാവാം, അതുകൊണ്ട് അവർ ഡിലേ ചെയ്യുന്നു. പക്ഷേ ഡിലേ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ ചെയ്തിട്ട് ആ ഡിസിഷൻ എടുത്താൽ ബെറ്റർ ആയിരിക്കും. അതായത് ഹസ്ബൻഡിൻ്റെ സിമൻ അനാലിസിസും വൈഫിൻ്റെ AMH എന്ന് പറയുന്ന ഒരു ഹോർമോൺ ടെസ്റ്റും. അത് കാണിക്കുന്നത് നമുക്ക് എത്ര അണ്ടങ്ങൾ ഇനി ബാക്കിയുണ്ട്, സോ ഇത്ര വർഷം പോസ്റ്റ്പോൺ ചെയ്യുന്നത് കുഴപ്പമില്ല ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടും. സോ അതെല്ലാം നോർമലായിട്ട് വരുവാണെങ്കിൽ ദെൻ സേഫ്ലി വി ക്യാൻ വെയിറ്റ് ഫോർ 2-3 years, നോ പ്രോബ്ലം. ശരിക്കും പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക്കലി ഇത്രയും പുരോഗമിച്ച ഒരു ലോകത്ത് വിവാഹത്തിന് മുൻപ് ഇത്തരം ടെസ്റ്റുകൾ ചെയ്ത സർട്ടിഫിക്കറ്റുകളുമായിട്ടല്ലേ വിവാഹ മാർക്കറ്റിൽ ഇറങ്ങാൻ പാടുള്ളൂ? അതെ, ഇന്നത്തെ കാലത്ത് അതിന് കൂടുതൽ വാല്യൂ ഉണ്ട്. അത് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ, ഇതെല്ലാം ആണും പെണ്ണും ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി ഈ വിവാഹ നിശ്ചയ കരാറ് കൈമാറുമ്പോൾ ഇറ്റ് മേക്സ് മോർ സെൻസ്. ഇപ്പോൾ കുറച്ചുകൂടെ റെലവെന്റ് ആണ് ഈ ജാതകം നോക്കുന്നതിനേക്കാളും. ഐ വുഡ് സജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് നമ്മുടെ ഹെൽത്ത് സ്റ്റേറ്റസ് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ റെലവെന്റ് ആണ്.
അത് ഭാവിയിൽ ഉണ്ടാക്കാവുന്ന മാനസിക പ്രശ്നങ്ങളും കൺഫ്യൂഷൻസും അറിഞ്ഞിട്ട് വേണമെങ്കിൽ ആവാലോ കല്യാണം കഴിക്കാൻ. അപ്പൊ പിന്നെ ഷോക്കില്ലല്ലോ. ഇല്ല